കേരള ഭാഗ്യക്കുറി പൂർണ്ണമായും പേപ്പർ ലോട്ടറിയാണ്. ഓൺലൈൻ വഴിയോ വാട്സാപ്പ് വഴിയോ വിൽപ്പനയില്ല. അംഗീകൃത ഭാഗ്യക്കുറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ നേരിട്ട് വാങ്ങേണ്ടതാണ്. ആളുകളെ സംബന്ധിച്ച് അവരെടുക്കുന്നതിന് സുതാര്യമായിട്ടുള്ളതുകൊണ്ട് അവർക്ക് പണം അടിക്കുന്നു പറഞ്ഞാൽ അടിക്കുന്ന എവിടെയാണെന്ന് അറിയാമല്ലോ. നമുക്ക് നിങ്ങൾ നറുക്കെടുപ്പ് നിങ്ങളും കാണിക്കാറുണ്ട്. പിന്നെ ടിക്കറ്റിനകത്ത് എന്തെങ്കിലും വ്യാജ ടിക്കറ്റ് വരുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് പേപ്പർ ലോട്ടറിയാണ്. കൃത്യമായ ബാർകോഡിങ്ങും മറ്റു കുറേ കാര്യങ്ങളുണ്ട്. അതിന് ബമ്പറൊക്കെ വരുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള പ്രിൻറ്റിങ് രീതികളുണ്ട്. ഈ ഫ്ലൂറസെൻ്റ് ഇങ്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഈ വ്യാജ ലോട്ടറി കള്ള ലോട്ടറി അടിച്ചു വരുന്നതായിട്ടുള്ള കേസുകൾ വരുന്നില്ല പൊതുവേ. പിന്നെ ഈ ആളുകളിങ്ങനെ നമ്പർ ലോട്ടറി എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പേര് പറഞ്ഞ് ഓൺലൈനായിട്ടൊക്കെ എന്തോ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സൈബറൊക്കെ ആയിട്ട് പിടിക്കുന്നുണ്ട്. അതായത് സെറ്റ് ലോട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ലോട്ടറിയുടെ കാണിച്ചിട്ട് ഇവർ പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഓൺലൈനായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറ്റിക്കുന്ന അത് ഇതുമായി ഒരു ബന്ധമുള്ളതല്ല. എന്നാൽ സാധാരണക്കാർ പറ്റിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇത് തടയാൻ പോലീസ് ശക്തമായ നടപടിയും സ്വീകരിക്കുന്നുണ്ട്. ഇതിനോടകം 60ഓളം വ്യാജ ലോട്ടറി ആപ്പുകൾ കണ്ടെത്തി നീക്കം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ പരാതികളിലും വളരെ കൃത്യമായ ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസ് കൃത്യമായ നടപടികൾ എടുക്കുന്നുണ്ട്. അതിനാവശ്യമായ എല്ലാ തരത്തിലുള്ള കോർഡിനേഷനും ഭാഗ്യക്കുറി വകുപ്പിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നുമുണ്ട്. ഈ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലിലൂടെ ഈ തട്ടിപ്പുകാരെയും വ്യാജ ലോട്ടറിക്കാരെയും ഓൺലൈനിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിയമവിരുദ്ധമായ ലോട്ടറി കച്ചവടം നടത്തുന്നതിനുമൊക്കെ തടയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് അച്ചടിക്കുന്ന ഓരോ ലോട്ടറിയിലും നമ്മൾ സാധാരണക്കാർക്ക് തിരിച്ചറിയാനാകാത്ത ധാരാളം കോഡുകളുണ്ട്. സർക്കാർ അച്ചടിച്ച ലോട്ടറി അല്ലാതെ വ്യാജ ലോട്ടറി ഹാജരാക്കി സമ്മാനം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവരെ പിടികൂടാനാണ് ഇത്തരം കോഡുകൾ ഈ ലോട്ടറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ബമ്പർ അടിച്ചെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർ ലോട്ടറി അടക്കം രേഖകളെല്ലാം ഹാജരാക്കിയാലും കോഡുകൾ സർക്കാർ വെറുതെ അങ്ങ് കൈമാറില്ല. ഇവയുടെ എല്ലാം ആധികാരികത ഉറപ്പാക്കും. ഏറ്റവും പ്രധാനം ഹാജരാക്കിയ ലോട്ടറിയുടെ വിശ്വാസ്യതയാണ്. അത് ഉറപ്പാക്കാൻ സർക്കാരിന് ഒരു ബ്രഹ്മാസ്ത്രം കൂടിയുണ്ട്. ഭാഗ്യക്കുറി വകുപ്പ് അച്ചടിക്കുന്ന ഓരോ ടിക്കറ്റിനും കൗണ്ടർ ഫോയിലുണ്ടാകും. ഈ ടിക്കറ്റ് നമ്പർ ഉൾപ്പെടുന്ന ഭാഗത്തിൻ്റെ ബാക്കി അത് ലോട്ടറി ഡയറക്ടറേറ്റിൻ്റെ പക്കലാണ്. ഇതാണ് ഈ ടിക്കറ്റിൻ്റെ വിശ്വാസ്യത നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനം. ഇക്കാര്യങ്ങൾ കൂടി ലോട്ടറി വകുപ്പ് വിജിലൻസ് പരിശോധിച്ച ശേഷം മാത്രമേ കോടികൾ സമ്മാനമായി നൽകൂ. സുതാര്യമല്ലാത്ത ഭാഗ്യക്കുറി വിൽപ്പനകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിനെയാണ് അറിയിക്കേണ്ടത്. പൊതുജനങ്ങൾ ജാഗരൂകരായാലേ അനധികൃത നറുക്കെടുപ്പുകൾ തടയാൻ കഴിയും. ഒരു ഫിസിക്കൽ ടിക്കറ്റായി ഭൗതികമായ ഒരു പേപ്പർ ടിക്കറ്റായി മാത്രമേ കേരള ഭാഗ്യക്കുറി വിൽക്കാൻ പാടുള്ളൂ. അത്തരത്തിലേ വിൽപ്പനയുള്ളൂ. ഓൺലൈനിലൂടെ ഇത് വിൽക്കാൻ ശ്രമിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന പലരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരക്കാർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവും. ഇത്തരം തട്ടിപ്പിലൊന്നും വീഴാതെ പൊതുജനം കൃത്യമായി ഭാഗ്യക്കുറി വകുപ്പ് ആവർത്തിച്ച് പറയാറുള്ളത് പോലെ പേപ്പർ ലോട്ടറി ടിക്കറ്റാണ് കേരള ഭാഗ്യക്കുറി എന്ന കാര്യം ഓർക്കുക.